ഇറാന്റെ പരമോന്നത നേതാവ് ആയതുള്ള അലി ഖമേനിയുടെ ഔദ്യോഗിക സംസ്കാര ചടങ്ങില് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കില്ല. പകരം ബിഹാർ ഗവർണര് ലഫ്റ്റനന്റ് ജനറല് സയ്യിദ് അതാ ഹസ്നൈന്, വിദേശകാര്യ സഹമന്ത്രി പബിത്ര മർഗരിറ്റ എന്നിവരടങ്ങുന്ന ഉന്നതതല സംഘം ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ചടങ്ങിൽ പങ്കെടുക്കും. തങ്ങളുടെ തന്ത്രപ്രധാന പങ്കാളിയായ ഇറാനുമായുള്ള നയതന്ത്ര ബന്ധം ശക്തമായി നിലനിർത്തുന്നതിന്റെ ഭാഗമായാണ് ഇന്ത്യ ഈ ഉന്നതതല സംഘത്തെ അയക്കുന്നത്. മുൻകൂട്ടി നിശ്ചയിച്ച വിദേശ സന്ദർശനം. ജൂലൈ 4-നാണ് ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ചടങ്ങുകളില് പങ്കെടുക്കാൻ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഔദ്യോഗികമായി ക്ഷണിച്ചിരുന്നു. എന്നാൽ ഇതേ കാലയളവില് ഇന്തോനേഷ്യ, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിലേക്ക് മുൻകൂട്ടി നിശ്ചയിച്ച വിദേശ സന്ദർശനങ്ങൾ ഉള്ളതിനാലാണ് പ്രധാനമന്ത്രിക്ക് ചടങ്ങില് പങ്കെടുക്കാന് സാധിക്കാത്തത്. സംഘർഷത്തെ തുടർന്ന് മാറ്റിവെച്ച ചടങ്ങുകൾ. കഴിഞ്ഞ ഫെബ്രുവരി 28-നുണ്ടായ US-ഇസ്രായേല് വ്യോമാക്രമണത്തിലാണ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെടുന്നത്. ആദ്യം മാർച്ചില് സംസ്കാര ചടങ്ങുകൾ നടത്താൻ നിശ്ചയിച്ചിരുന്നതെങ്കിലും മേഖലയിൽ നിലനിന്നിരുന്ന രൂക്ഷമായ സൈനിക സംഘർഷം കണക്കിലെടുത്ത് ചടങ്ങുകൾ മാറ്റിവെക്കുകയായിരുന്നു. തുടർന്ന് യുദ്ധത്തിനു പിന്നാലെ US-ഉമായി ധാരണാപത്രം ഒപ്പുവെച്ചതിനു ശേഷമാണിപ്പോൾ സംസ്കാര ചടങ്ങുകൾക്ക് വഴിയൊരുങ്ങിയിരിക്കുന്നത്. ചടങ്ങുകളുടെ വിവരങ്ങൾ. ടെഹ്റാനില് ആരംഭിക്കുന്ന ശവസംസ്കാര ചടങ്ങുകൾ ജൂലൈ 9-ന് അദ്ദേഹത്തിന്റെ ജന്മനാടായ മഷാദില് മൃതദേഹം അടക്കം ചെയ്യുന്നതോടുകൂടി അവസാനിക്കും. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ആഗോള നേതാക്കളുടെ സാന്നിധ്യം ജനസാഗരം പ്രതീക്ഷിക്കുന്നു. നരേന്ദ്രമോദിക്ക് പുറമെ ചൈന, റഷ്യ, ഖത്തര്, ഫ്രാൻസ്, പാകിസ്ഥാന് എന്നീ രാജ്യങ്ങളുടെ നേതാക്കൾക്കും ചടങ്ങിലേക്ക് ഇറാന്റെ ഔദ്യോഗിക ക്ഷണം ലഭിച്ചിട്ടുണ്ട്. പാക് പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് അടക്കമുള്ള ലോക നേതാക്കൾ ചടങ്ങിനെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. ഖമേനിയുടെ വിയോഗം മുതൽ സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഊഹാപോഹങ്ങൾ നിലനിന്നിരുന്നു. ചടങ്ങുകളിൽ 20 ദശലക്ഷത്തോളം ആളുകൾ പങ്കെടുക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇത്രയും വലിയ ജനപങ്കാളിത്തമുണ്ടായാൽ ഇറാനിയൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സ്ഥാപകനായ ആയത്തുള്ള റൂഹുല്ല ഖൊമേനിയുടെ 1989-ലെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത 10 ദശലക്ഷം ആളുകളുടെ റെക്കോർഡാവും ഇത് മറികടക്കുക.